ഒരു സമയം തടക്കി ഉള്ള വാങ്ങൂ. ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്നവിടെ മാതിരിയാക്കിയിരുന്നു. അങ്ങോട്ട് ഇവിടെ നോക്ക്. എവിടെ പറയാൻ തുടങ്ങിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാൻ എന്നെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാന്ന്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ. അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷവും കഴിഞ്ഞിട്ടേ പോകൂ. എന്റെ പെരുമാളെ എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവോടി. ബൃഹദീശ്വര ക്ഷേത്രത്തിലൊന്ന് പോണം. തഞ്ചാവൂരേ 14 നിലയുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ചിത്രകൂടമുണ്ട്. ആഹാ, കാണേണ്ട കാഴ്ച. സംഗീതം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ സംഗീതം. കീർത്തനം കേട്ടപ്പോ എന്താ ഒരു സുഖം. ഞാനും സന്താനങ്ങളെ പഠിപ്പിച്ചതാ. എന്നിട്ട് എന്തു പറ്റി? വിധി എന്നല്ലാതെ എന്തു പറയാൻ. ദേവനാരായണ ഭാഗവതരെ തെരിയുമാ? പിന്നെ പെരിയ ആള്, മഹാസംഗീതജ്ഞൻ. അവരോടെ മകനെ ഞാൻ பார்த்தேன். നിജമാ? എന്നെ ഇങ്ങ കൊണ്ട് വിട്ടു പോയാച്ചു. ആമാ, എന്നെ പൈത്യം പിടിച്ചിരിക്കാ? பைத்தியம் இல்லடி, நிஜம்தான். அப்பா மாதிரியே இருக்கு. அப்படியா? ஆனா பேச முடியல. அது என்ன ஊமையா? ஊமை கிடையாது, திடீர்னு போயாச்சு. என்ன உஷ்ணம். கொடுத்த வேலை பண்ணியாச்சு. தேவநாராயண பாகவதற்கு ஒரே ஒரு குழந்தை, ஹரிநாராயணன். வேலை ஒண்ணுமே இல்லை. அங்கே இங்கே சுற்றி திரியல், அதுதான் வேலை. மேரேஜ் கழிஞ்சாச்சு. பொண்ணு நல்ல ஆட்டக்காரி. மொத்தத்தில் பொண்டாட்டி வேலை பண்ணும், இவன் உட்கார்ந்து இருந்து சாப்பிடுவேன். கொஞ்சம் பிடி. இப்ப வரேன். அப்பப்பா நிறைய பார்த்துருக்கேன். ஆனா இது ஒரு பிரத்யேக வெரைட்டி. ரொம்ப நன்றி. வரட்டுமா?
ஊர்க்காரெல்லாம் வேற மாதிரி சொல்லிட்டு இருக்கு. ஆமா, ஊருக்கு வேற வேலையே இல்ல. அங்க பாரு, சாமியார் வராங்க. எதிர்காலத்தை பத்தி எல்லாம் சொல்ல போறீங்களாமா? ஆமா ஆமா. അവര് പറയുന്നത് കേട്ടു, സന്തോഷായി. சும்மா இருடி. സ്വാമി, അറിഞ്ഞോണ്ടല്ലോ സ്വാമി, ചൂടെ തെറ്റിപ്പോയതല്ലേ. സത്യഭാമയെ സംബന്ധിച്ച് ഇതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ. സ്വാമി, ഈ ആട്ടവും പാട്ടും മാത്രം പോരാ ഭാമേ. ഒരു കുളന്തയൊക്കെ ആയാലേ ജീവിതം പൂർണ്ണമാകൂ. കൊളന്ത. സ്വാമി. ആ മോളെ, ആട്ടത്തില് ചൂടുകൾ പിഴയ്ക്കാം, പക്ഷെ ജീവിതത്തിൽ ആവരുത് ഭാമേ. പുരിഞ്ചിക്കോ. ടീച്ചറെ, അരുണാചൽ പ്രദേശിലെ സിംഗ്പോ, അതിന്റെ സംഗീതം കേട്ടിട്ടുണ്ടോ? അതായിരുന്നു എന്റെ റിസർച്ചിന്റെ സബ്ജക്ട്. കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. മൊത്തം അപ്പ അവിടെതല്ലേ, ഞാനതിനെ കൊഞ്ചൊന്ന് ഭംഗിയാക്കി, അത്രേ ഉള്ളൂ. ആളൊട്ടും മോശക്കാരനല്ല. ഒട്ടുമല്ലെന്ന്. ഞാനത് സംസ്കൃതി ഫൗണ്ടേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പാക്കലാം. ടീച്ചറെ, ആസാമിലെ ബിഹു എന്താ രസം, അതാണ് സംഗീതം. ഓ പിന്നെ ആസാമിലെ ബീഹു കാണാൻ പോയിട്ട് എന്റെ കാപ്പറിനും പോയി. എന്റെ പാട്ടി നന്നായിരുന്നു അത്. അല്ല, കലാമണ്ഡലത്തിൽ നിന്ന് ടീച്ചർ ഒഴിഞ്ഞു കേട്ടു. കലാമണ്ഡലം തന്നെ ഒഴിഞ്ഞെന്നാ ഞാൻ കേട്ടത്. ഇപ്പൊ ആർക്ക് വേണം ഈ കലയും കഥകളിയും ഒക്കെ? വിദേശികൾക്കല്ലേ ഈ ഭ്രമമൊക്കെ. അതെ, മൂപ്പർക്ക് അവിടെ ഒരു പണി ശരിയാക്കി കൊടുത്തൂടെ? അയ്യോ, ഇപ്പൊ തന്നെ എനിക്കിവിടെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്. അപ്പോഴാ എടുത്തോളാടി. ഹരി, ദേ ഞാൻ ഇറങ്ങുവാ. പറഞ്ഞതുപോലെ വാരണാസിന്ന് അവര് വരും. 16 അല്ലെങ്കിൽ 18. ഹരി, കളിച്ചൊന്നും നടക്കാതെ 10 കാശ് സമ്പാദിക്കാൻ നോക്ക്. ഇപ്പോഴും ഇതൊക്കെ നടക്കൂ. ഞാൻ ഇറങ്ങുവാ. വടക്കുന്നാരോ വരുന്ന ടീച്ചർ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. പണ്ഡിതന്മാരല്ലേ, അന്വേഷിച്ചൊക്കെ ആൾക്കാർ വരും. പണ്ഡിതൻ. ഇനി എന്റെ ആട്ടത്തെ കുറിച്ച് കേട്ടിട്ടെങ്ങാനും ആണോ ആവോ? നീ എന്നെ ഇങ്ങനെ അങ്ങ് സങ്കടപ്പെടുത്തല്ലേ. അതെ, ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. ഒന്ന് ഉത്സാഹിക്ക. പിന്നെ ഞാനോട് ഉത്സാഹിച്ചോണ്ടിരിക്കല്ലേ. അയ്യേ, ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങളോ? ഹരി, எனக்கொரு ஆசை இருக்கு. என்ன? எனக்கு ஒரு குழந்தை தருமா? குழந்தை? அதென்ன இப்ப? சுவாமி சொல்லியாச்சு, ഒരു കുഴந்தை വരുമ്പോൾ എല്ലാം ശരിയായിടും. ഇന്നലെ വരാൻ പറ്റിയില്ല. തേരോട്ടം ഇങ്ങ് വരികയല്ലേ. കൊടിയേറ്റം അടുത്ത വാരം. தெரியும். அதுக்கு முன்னாடி கொண்டு வாங்க. ஆமா. அம்மாள் இங்க வாங்கோ. போங்க. சரி, சீக்கிரம் வாங்க. வரேன். கொத்தாத. அம்மாளே, இங்க வாங்கோ. இது பாருங்க. என்னது? അമ്മാൾ ഇത് കേൾക്ക്. സംസ്കൃതി പുരസ്കാരം മലയാളിക്ക്. ഇന്ത്യൻ ട്രൈബൽ സംഗീതത്തെ കുറിച്ചുള്ള ഗവേഷണത്തിനാണ് മലയാളിയായ ഹരിനാരായണൻ അർഹനായത്. ഫോട്ടോ ഒക്കെ ഉണ്ട്.